ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? നിറയെ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? അപ്പൊ എനിക്ക് അത്യാവശ്യം ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഇത് എന്താണ്, ഹാഫ് KGയുടെ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും കേക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ ബേക്കറിയിലും ഓർഡേഴ്സ് ബേക്കറിയിൽ നിന്ന് എടുക്കണുണ്ട്. അപ്പോ ചിലപ്പോ ബേക്കറിയിൽ നിന്നൊക്കെ പെട്ടെന്ന് വിളിച്ചിട്ട് വൈകുന്നേരം രാവിലെ ഒക്കെ വിളിച്ചിട്ട് വൈകുന്നേരം 10 കേക്ക് വേണം, 5 കേക്ക് വേണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ അതൊക്കെ ചെയ്ത് ആ ഒരു പറയുന്ന ടൈമിൽ കൊടുക്കണമല്ലോ. ആ ഒരു തിരക്ക് കാരണം എനിക്ക് അതിന് വീഡിയോ എടുക്കാനോ ഫോട്ടോസ് എടുത്ത് വെക്കാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തിരക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു സമയത്തൊന്നും എനിക്ക് വീഡിയോ ഇടാൻ സാധിക്കാതിരുന്നത്. പിന്നെ കുറച്ച് റെസിപ്പീസ് ഒക്കെയും പെൻഡിങ് ആണ്. ഞാൻ ഒരു പൈനാപ്പിൾ ടീ കേക്കിന്റെ ആ ഒരു വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ എനിക്ക് അതിന്റെ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഉടനെ ആ ഒരു റെസിപ്പി വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്റെ സാഹചര്യം, എന്റെ ആ ഒരു അവസ്ഥ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അത്രയും തിരക്കായിരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോ രാവിലേക്ക് വിളിച്ചിട്ട് വൈകുന്നേരം കേക്ക് വേണം, ഉച്ചയ്ക്ക് വിളിച്ചിട്ട് വൈകിട്ട് വേണം, അല്ലെങ്കിൽ രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഓർഡർ എടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ പറ്റിയതാണ് കേട്ടോ. അപ്പൊ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് മോന്റെ സ്കൂളിലേക്ക് വന്നൊരു 4 kg കേക്കിന്റെ ഓർഡറാണ്. വാനില ഫ്ലേവർ ആണ് കേട്ടോ. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇത് ഞാന് 2 kgയുടെ 2 കേക്ക് 10 ഇഞ്ചിന്റെ മോൾഡിലാണ് കേട്ടോ ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പൊ ആ 2 കേക്ക് 10 ഇഞ്ചിന്റെ മോൾഡിൽ ചെയ്തെടുത്തതിന് ശേഷം ഞാനത് രണ്ടായിട്ട് തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് സെറ്റ് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ 2 ബോർഡിലായിട്ട് സെറ്റ് ചെയ്ത്, അപ്പൊ ഈ ഒരു ഒറ്റ ബോർഡിൽ സെറ്റ് ചെയ്താൽ അത് ഫ്രിഡ്ജിന്റെ അകത്ത് കയറില്ലല്ലോ. അപ്പൊ ഇത് 5 kgയുടെ ബോർഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ അത് ഫ്രിഡ്ജിനകത്ത് കയറാത്തത് കൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം 2 kg വീതം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം, അതായത് അവര് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് കേക്ക് വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കൂളിൽ നിന്ന്. അപ്പോ ഞാനൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കേക്ക് പുറത്തെടുത്തിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഐസിങ് ചെയ്ത് നല്ല നീറ്റാക്കി ഷാർപ്പ് എഡ്ജൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആണ് ഡെക്കറേഷൻ ചെയ്തത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പീസാക്കി കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 70 പീസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേളിൽ നിന്ന് 8 പീസായിട്ടും താഴോട്ട് കട്ട് ചെയ്യുമ്പോൾ 9 പീസായിട്ടും കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 72 പീസ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്രിസ്മസിനൊക്കെ ഒരുപാട് ഓർഡേഴ്സ് കിട്ടാനായിട്ട് ഞാനൊരു കുഞ്ഞു ടിപ്സ് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു ക്രിസ്മസിന് 2-3 ദിവസമൊക്കെ മുന്നേ ആയിട്ട് നമ്മൾ ഓഫർ കാർഡ് ഉണ്ടാക്കുക. അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് മേളിലുള്ള കേക്ക് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ 1 kgയുടെ 2 കേക്ക് വാങ്ങുമ്പോൾ ചെറിയ ബെൻഡോ കേക്ക് ഉണ്ടല്ലോ, നമ്മുടെ ലഞ്ച് കേക്ക് ആ ഒരു കേക്ക് അല്ലെങ്കിൽ 2 കേക്ക് ഫ്രീ എന്നൊക്കെ ഓഫർ കാർഡ് ഉണ്ടാക്കുക. അത് സ്റ്റാറ്റസ് വയ്ക്കാം, ഫേസ്ബുക്ക് സ്റ്റോറി ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാം. എങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് അതുവഴി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് സ്ഥിരമായിട്ട് ഓർഡർ തരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അത് പോരാഞ്ഞിട്ട് ബേക്കറി ഓർഡേഴ്സും കിട്ടുന്നുണ്ട്. അത് കാരണം ക്രിസ്മസ് ടൈമിലൊക്കെ നല്ല തിരക്കാണ്. വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പോലും ചില സമയങ്ങളിൽ എനിക്ക് ടൈം കിട്ടാറില്ല കേട്ടോ. ഇപ്പൊ കേക്ക് ഞാൻ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ മേളിൽ നിന്ന് 8 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല, ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതായത് ഏകദേശം ഒരേ അളവിന് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ മാർക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഒരു ഉദ്ദേശം വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യുവാണ്. ആദ്യം ഞാൻ ആ ഒരു ഒന്ന് നോക്കുന്നുണ്ട് 8 പീസ് കിട്ടുമോ എന്നുള്ളത്. എന്നിട്ട് ഒരു ഉദ്ദേശം വെച്ച് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴും ആ ഒരു നൈഫ് ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ക്രീമൊക്കെ പൊന്തിയിട്ടൊരു വൃത്തിയില്ലാത്ത പോലെ നിൽക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ. ഇതിപ്പോൾ 8 പീസായിട്ട്
കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്തോട്ട് 9 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കേക്കിൽ നിന്ന് 72 പീസാണ് കിട്ടുന്നത്. അപ്പൊ അതും ഞാൻ മാർക്കൊന്നും ചെയ്യണേ, അതായത് എന്താണ് അളവൊന്നും എടുക്കണില്ല, ഒരു ഉദ്ദേശം വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത്യാവശ്യം വലിയ പീസ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ള ഒരു ഓർഡേഴ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം വലിയ പീസിന് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഇത് ഞാൻ ഈ താഴോട്ട് കട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. മേൽഭാഗത്തോട്ട് കട്ട് ചെയ്ത ടൈമിൽ കുറച്ചൊന്ന് വളവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചും നമ്മൾ താഴോട്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ നീളം കൂടുതലാണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. കുറച്ച് ആ ഒരു നടുഭാഗത്തോട്ടൊക്കെ വന്നപ്പോൾ കുറച്ചൊന്ന് വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും കറക്റ്റ് 9 പീസായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അഭിപ്രായമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു കേക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ആയാലും നല്ല അഭിപ്രായമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനിതിൽ വേറെ പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു എന്താണ് ക്രിസ്മസിന്റെ ഒരു ടോപ്പറും, ചെറിയൊരു ടോപ്പറും, പിന്നെ ഒരു ക്രിസ്മസ് അപ്പൂപ്പന്റെ ആ ഒരു ചെറിയൊരു സ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഫ്ലവേഴ്സ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല, അപ്പോൾ ഒത്തിരി ക്രീമായി പോവും. നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനായതുകൊണ്ട് തന്നെ ഒരുപാട് ക്രീം വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വേറെ ഒന്നും ചെയ്യാത്തത്. ഇതുപോലെ 2 ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ നമ്മുടെ ആ ഒരു എന്താണ് 4 kg കേക്ക് എന്ന് പറയുന്നത്. ഞാൻ 5 kg ബോർഡാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ ഇതൊക്കെ എനിക്ക് ക്രിസ്മസിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും ഫോട്ടോസ് എടുക്കാനും ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.